ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെടാ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ഹബീബിങ്ങൾക്ക് നാളെ ഹിന്ദി എക്സാം ആണ് അല്ലേ? അപ്പോൾ ഹിന്ദി എക്സാമിന് എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളതിന് വളരെ ഡൗട്ട് കുട്ടികൾക്ക് ഉണ്ടാവും. നാളത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് മക്കൾക്ക് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ? അതേപോലെ തന്നെ ഹിന്ദിയിൽ A+ നല്ല മാർക്കൊക്കെ മക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണമെന്ന് മക്കൾക്ക് അറിയണോ അല്ലേ? അപ്പോൾ അതിനാണ് മക്കളെ സാർബ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് കാണുക, അതുപോലെ പഠിച്ച മക്കളെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എക്സാം തുടങ്ങാൻ ഇനി കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ മക്കളെ, നമുക്ക് ഹിന്ദിയിൽ മൊത്തത്തിൽ 5 ചാപ്റ്ററാണ് ഈ ഒരു ക്വാർട്ടർലി എക്സാമിന് പഠിക്കാനുള്ളത്. ചില സ്കൂളുകളിലൊക്കെ 4 ചാപ്റ്റർ 3 ചാപ്റ്ററൊക്കെ എടുത്ത സ്കൂളുകളുണ്ട്. പക്ഷേ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 5 ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മിക്കവാറും സ്കൂളുകളിലൊക്കെ ഈ 2 യൂണിറ്റും ആദ്യത്തെ 2 യൂണിറ്റും എടുത്തിട്ടുണ്ടാവും, 5 ചാപ്റ്ററും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് എന്താണ് മക്കൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ജഡ്പഡ് ഓർ നഡ്ഗഡ്. ഇതൊരു കഹാനിയാണല്ലോടാ. കഹാനി എന്ന് പറഞ്ഞ കഥ. ഇത് എഴുതിയിരിക്കുന്ന രമേശ് ഉപാധ്യായ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. മക്കൾ പാഠപുസ്തകത്തിന്റെ ഈ ഒരു ആമുഖത്തിലുള്ള ഈ ഒരു പേജ് നോക്കിയിട്ട് ഈ എഴുത്തുകാരുടെ പേര്, അതേപോലെ ഏത് ടൈപ്പാണെന്ന് ഇവിടെ കണ്ടോ. ഇത് ശീർഷക്, കഥയുടെ തലക്കെട്ടാണ്, അതേപോലെ അല്ലെങ്കിൽ പാഠത്തിന്റെ തലക്കെട്ടാണ്. ഇത് വിധ എന്ന് പറയും. വിധ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ആണെന്നാണ്. പിന്നെ രചനാകാർ എന്ന് പറഞ്ഞാൽ എഴുതിയ ആളുടെ പേര്. ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ഈ 5 പാഠത്തിന്റെ കേട്ടോ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് ജഡ്പഡ് ഓർ നഡ്ഗഡ് കിസ് വിധ കി രചനാഹി എന്ന്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കഹാനി എന്നാണ്, അതായത് ഏത് ടൈപ്പ് രചനയാണെന്നാണ് ചോദിച്ചത്. ഇനി അതല്ലെങ്കിൽ ജഡ്പഡ് ഓർ നഡ്ഗഡ് കി കഹാനികാർ അല്ലെങ്കിൽ രചനാകാർ കോൻ ഹേ എന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് രമേശ് ഉപാധ്യായ എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർക്ക് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ഏതെങ്കിലും എഴുത്തുകാരൻ ഈ 5 ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പേരൊക്കെ മക്കൾക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചോണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഓപ്ഷനൊക്കെ ഉണ്ടാവാം. ഓക്കെ, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കണ്ടേ. ഇനി മക്കളെ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം ജഡ്പഡ് നഡ്ഗഡ് എന്ന് പറഞ്ഞ 2 ഏട്ടാനുജന്മാരില്ലേ, 2 സഹോദരങ്ങളുടെ കഥയാണ്. ജഡ്പഡ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നഡ്ഗഡ് അവൻ്റെ ചെറുതാണ്, 2 വയസ്സുള്ളതാണ്, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജഡ്പഡ് പേര് പോലെ തന്നെ, ജഡ്പഡ് എന്ന വാക്കിനർത്ഥം തന്നെ പെട്ടെന്ന് എന്നുള്ള അർത്ഥം, ധൃതിയിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ നല്ല കുട്ടിയാണെന്ന് പറയാം അല്ലേ. നേരെ സ്കൂളിലേക്ക് പോകും, എവിടെയും വായി നോക്കിക്കൂല, നേരെ വീട്ടിലേക്ക് വരും, അമ്മ പറഞ്ഞൊക്കെ കേൾക്കും, അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ജഡ്പഡ്. എന്നാൽ നഡ്ഗഡ് എന്ന് പറഞ്ഞാൽ, നഡ്ഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വികൃതി, കുസൃതി എന്നൊക്കെയാണ്. അപ്പോൾ കുറച്ച് കുസൃതിയാണ് നമ്മുടെ നഡ്ഗഡ്. അവൻ സ്കൂളിലേക്ക് പോണ വഴിക്ക് ഇങ്ങനെ ഓരോ കുളത്തിലും അതേപോലെ തന്നെ വയലിലും എല്ലായിടത്തും ഇങ്ങനെ പുഴയിലും ഒക്കെ തൊള്ളിയും കാട്ടി നിന്നാണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് സ്കൂളിലേക്ക് പോകാൻ നേരം വൈകും. അങ്ങനെ ഏട്ടൻ പറഞ്ഞ അനുസരിക്കൂല, അങ്ങനെ എപ്പോഴും കുരുത്തക്കേട് കളിച്ച് നടക്കുന്ന ഒരുത്തനാണ് നഡ്ഗഡ്. അപ്പോൾ ഇവരുടെ ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുണ്ടായ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ കഥയിലുള്ളത്. അപ്പം നഡ്ഗഡ് ഒരു ദിവസം കുരുത്തക്കേട് കാണിച്ചിട്ട് പുഴയിൽ വീഴുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ജഡ്പഡ് നീന്തിയിട്ട് അവനെ രക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ കഥയിലുള്ളത് അല്ലേ. അപ്പോൾ ഈ കഥ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടെ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നമ്മുടെ ക്ലാസ് 9 ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നമ്മുടെ വീഡിയോയിലുണ്ടോ ചാനലിലുണ്ടാവും. ആ പ്ലേലിസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കിട്ടും. കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജഡ്പഡ് നഡ്ഗഡ് എന്നുള്ള ചാപ്റ്ററിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ലെറ്ററും ഡയറിയും ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കുക കേട്ടോ, പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇനി അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നു പ്രതീക്ഷിക്കേണ്ട മക്കളെ? നാളെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്പഡ് എഴുതുന്ന ഒരു ഡയറിയാണ്. ഓക്കെ, ജഡ്പഡ് അന്നത്തെ സംഭവം എൻ്റെ അനിയനായ നഡ്ഗഡിനെ രക്ഷിച്ചതിന് ശേഷം, പുഴയിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം എഴുതുന്നൊരു ഡയറിയാണ്. ആ ഡയറി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തമ്പനെയിലാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം നമ്മുടെ പ്ലേലിസ്റ്റ് വന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അതൊന്ന് പഠിച്ചേക്കണ്ടി. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഇതേ സംഭവത്തിൽ ജഡ്പഡ് എഴുതുന്ന ഒരു കത്ത്, ജഡ്പഡ് ആർക്കെങ്കിലും അവൻ്റെ സുഹൃത്തിന് ആർക്കെങ്കിലും എഴുതുന്ന ഒരു കത്തിനും ചാൻസ് ഉണ്ട്. കത്താണെന്ന് വിചാരിച്ച് നിങ്ങൾ ഞെട്ടണ്ട. ആ ഡയറിയിലുള്ളത് എന്താണോ കണ്ടന്റ് അതന്നെ കത്താക്കിയാൽ മതി. കത്തിൻ്റെ ഫോർമാറ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഏത് കത്ത് വന്നാലും എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഫോർമാറ്റ് ഇതായിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് കണ്ടാൽ മതി. അത് കണ്ടിട്ട് അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കത്ത് എങ്ങനെയാണെന്നുള്ളതും പഠിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ഏതെന്ന് വരിക നിങ്ങൾക്ക് കോൺവെർസേഷനാണ്. ചിലപ്പം ജഡ്പഡും അമ്മയും തമ്മിലോ അല്ലെങ്കിൽ നഡ്ഗഡും അമ്മയും തമ്മിലൊക്കെ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. ഒന്നും കൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് വരിക എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പോസ്റ്റർ ആയിരിക്കും. അതായത് അന്ന് ജഡ്പഡ് തൻ്റെ അനിയൻ്റെ ജീവൻ രക്ഷിച്ചു, വലിയ കാര്യമാണല്ലേ, നീന്തിയിട്ട് രക്ഷിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്പഡിനെ എന്ത് ചെയ്യുക, സ്കൂളിൽ ആദരിക്കുക എന്ന് വിചാരിക്കും. ബദായി സമാരോഹം എന്ന് പറയും. അപ്പോൾ ആദരിക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും.
അപ്പോൾ ആ പോസ്റ്ററും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ബദായി സമാരോ പോസ്റ്റർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതേപോലെ ജഡ്പടിൻ്റെയും നഡ്ഗഡിൻ്റെയും എന്താണ് ക്യാരക്ടർ സ്കെച്ചുകൾ ചോദിക്കും. അത് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ തന്നെ കുറേ സഹി മിലാൻ കരെ, അതേപോലെ തന്നെ സഹി പ്രസ്താവ് ചെൻകർ ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ജഡ്പടിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്, നഡ്ഗഡിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചിങ്ങാണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജഡ്പടിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ പറ്റും, നഡ്ഗഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ പറ്റും. അപ്പോൾ ചരിത്രപർ ടിപ്പണി എന്നാണ് ക്യാരക്ടർ സ്കെച്ചിന് പറയുക. അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എവിടുന്ന് പഠിക്കേണ്ടത്, ജഡ്പടി നഡ്ഗഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ പ്രത്യേകം പറഞ്ഞുതരാം, ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകെ 4 മാർക്കിൻ്റെ ഒരു 3 എണ്ണയൊക്കെ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുള്ളൂ. ഓപ്ഷൻസ് ആയിട്ട് വരും. ഒരു 12 മാർക്കിനൊക്കെ മാക്സിമം ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. 1 വേർഡ് മാത്രമല്ല 4 മാർക്കിൻ്റെ ഉണ്ടാവും. പക്ഷേ അതിൽ തന്നെ സഹി മിലാൻ കരെ, സഹി ചാർ പ്രസ്താവ് ചെൻകർ ലീഗ്, പിന്നെ അതേപോലെ വാക്യ പിരമിഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഇതിനൊക്കെ മക്കളെ ആൻസർ ചെയ്യണമെങ്കിൽ മക്കൾക്ക് അർത്ഥം അറിയണം. അതായത് മക്കളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് തന്നെ ഒരു 25 മാർക്കിനും 30 മാർക്കിനും ഇടയിലുള്ള ഉത്തരങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടാവും. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾക്ക് അർത്ഥം അറിയണം. അതിനെന്താ മക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മക്കൾ എന്ത് വിചാരിച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡുകൾ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാർ തന്ന അർത്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് സ്കൂളിലെ ട്യൂഷൻറിലൊക്കെ, ആ അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടോ, അതല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ വീഡിയോകൾ കണ്ടിട്ടോ മക്കൾ എന്ത് വിചാരിച്ചാൽ ഈ 5 പാഠഭാഗങ്ങളുടെയും അർത്ഥങ്ങൾ നല്ല വെടുപ്പിന് പഠിക്കുക. പിന്നെ പാഠഭാഗങ്ങളുടെ ബാക്ക് തന്നെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയിലുള്ള അർത്ഥം ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ മലയാള അർത്ഥം ഉണ്ടാവും. ആ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എന്നിട്ട് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതായത് പാഠത്തിലെ ഏത് സെൻറ്റൻസ് വായിച്ചാലും മക്കൾക്ക് അർത്ഥം മനസ്സിലാവണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ പിന്നെ നിങ്ങൾക്ക് ഡയറി ലെറ്റർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നിങ്ങൾക്കൊരു 10-30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അർത്ഥം പഠിച്ചാൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ചാടി കയറിയാണ്ട് ഡയറി, ലെറ്റർ, പോസ്റ്റർ ഇതൊക്കെ പഠിക്കുന്നതിന് പകരം ആദ്യം തന്നെ മക്കൾ 5 പാഠത്തിലെ അർത്ഥങ്ങൾ പഠിക്കുക. ഇതാണ് ഹിന്ദിയിൽ ചെയ്യേണ്ടത്. ഹിന്ദിയിൽ ഗ്രാമറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അതിനാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. യേ കിസ് വിധ കി രചന ഹെ, ഏക് കവിത ഹെ, യേ കിസ്കി രചന ഹെ, നാഗാർജുൻ കി രചന ഹെ. അല്ലേ, നാഗാർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള കവി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇത് ബഹുത്ത് ദിനോ കെ ബാദ്. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ കുറേ നാളുകൾക്ക് ശേഷം എന്നാണ്. അല്ലേ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കവി തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ തിരിച്ചെത്തുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട്, നമുക്കറിയാം 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, പിന്നെന്ത് തേങ്ങേനി, ചെവിയിലെ. ഓക്കെ, അപ്പോൾ ഈ 5 സാധനമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂപ്പര് തൻ്റെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ എന്ത് ചെയ്യുന്നുണ്ട്, സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്. അതാണ് ഇവിടെ 6 സ്റ്റാൻസകളിലൂടെ 6 പാരഗ്രാഫുകളിലൂടെ ഈ കവിതയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ അയാൾ എന്താ പറയുന്നത്, അയാൾക്ക് ഒരു കാഴ്ചയുടെ അനുഭൂതിയാണ് കിട്ടുന്നത് അല്ലേ. അയാൾ എന്താ കാണുന്നത്, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ അല്ലേ. അതായത് തൻ്റെ ആ ഒരു ഗ്രാമത്തിൽ വിളഞ്ഞിരിക്കുന്ന, വയലിൽ വിളഞ്ഞിരിക്കുന്ന നല്ല സ്വർണ്ണ നിറമുള്ള, അകമായി കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള വിളകളുടെ മുസ്കാൻ, പുഞ്ചിരിയാണ് അയാൾ ആദ്യം തന്നെ കാണുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിലൂടെ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചില കാര്യങ്ങൾ കേൾക്കുന്നു എന്നാണ്. എന്ത് കേൾവിയുടെ അനുഭവമാണ് അയാൾക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ കിട്ടുന്നത്. എന്താ കേൾക്കുന്നത്, അവിടെ ദാൻ കൊടുത്തി കിഷോരിയോങ്കി കോകിൽ കണ്ടി ആവാസ് അല്ലെ, അല്ലെങ്കിൽ കോകിൽ കണ്ടി താൻ അല്ലേ. അതായത് താനാണ് കേൾക്കുന്നത്, നാദം അല്ലെങ്കിൽ ശബ്ദമാണ് കേൾക്കുന്നത്. എങ്ങനെയുള്ള കോകിൽ കണ്ടി, വളരെ ശ്രുതി മധുരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കുയിലിൻ്റെ സ്വരം പോലുള്ള നല്ല അടിപൊളി പാട്ടാണ് അയാൾ കേൾക്കുന്നത്. അതെ, ആരുടെ പാട്ടാ, ദാൻ കൊടുത്തി കിഷോരിയോങ്കി. കിഷോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യുവതികളല്ലേ, അപ്പോൾ ബാലികമാരുടെ പാട്ടുകളാണ് കേൾക്കുന്നത്. ആ ബാലികമാർ എന്ത് ചെയ്യാണ്, ദാൻ കൊടുത്തി, അവർ ധാന്യം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നെല്ല് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നെല്ല് മെതിക്കുന്ന സമയത്ത് അവിടുത്തെ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിൻ്റെ താളമാണ് അയാൾ എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നത്. അപ്പോൾ അയാൾ അതാവോളം കേൾവി തൻ്റെ ചെവി കൊണ്ട് ആസ്വദിക്കുകയാണ് അല്ലേ. പിന്നെ അയാൾ പല ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ നാവ് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള താൽമഖാന, അതേപോലെ തന്നെ ഗന്ന, അതായത് താൽമഖാന എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ഔഷധ ചെടിയാണ്. ഗന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റേ കരിമ്പാണ്. ഇതൊക്കെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖായ അല്ലേ, അയാൾ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഉള്ള മണ്ണുണ്ട്, അതായത് ചന്ദൻ വർണ്ണി ദുല്ലേ, അതായത് നല്ല ചന്ദന നിറമുള്ള പൊടിമണ്ണുണ്ട്. ആ പൊടിമണ്ണിൻ്റെ ഒരു അനുഭൂതി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടറിയുന്നുണ്ട് അല്ലേ. ചൂന എന്നാ പറഞ്ഞത്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടറിയുന്നുണ്ട്. ഇതുപോലെ തന്നെ അയാളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മൗൽസിരി എന്ന് പറഞ്ഞ വൃക്ഷം, അതായത് നമ്മുടെ ഇലഞ്ഞി മരം അല്ലേ, ആ ഇലഞ്ഞി മരത്തിൻ്റെ ടാസേറ്റ് അടുക്കേ ഫൂല്, അതായത് നല്ല പുതുതായി ഫ്രഷ് ആയിട്ട്, ടാസേറ്റ് അടുക്കേ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഫൂൽ, പൂക്കളുടെ സുഗന്ധം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്, സ്മെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം മൂക്കിൻ്റെ ആ ഒരു ഇന്ദ്രിയാനുഭൂതിയും അയാൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അയാൾ പ്രകൃതിയെ വർണ്ണിക്കുകയാണ് അല്ലെങ്കിൽ പ്രകൃതിയെ അനുഭവിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയോട് അടുത്ത് കിടക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിതയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 1 വേർഡ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ കവിതയുടെ ആസ്വാദൻ ടിപ്പണി അല്ലേ, ആശയപ്പർ ടിപ്പണി എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പും പ്രതീക്ഷിക്കാം. അപ്പോൾ ടിപ്പണി അല്ലെങ്കിൽ ആശയപ്പർ ടിപ്പണി
എന്നൊക്കെ കണ്ട മക്കളെ, ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ തമ്പനയിലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തമ്പനയിലുള്ള വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് കാണുക, പഠിക്കുക. ഇനി നിങ്ങൾക്ക് മൊത്തമായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വിഴുങ്ങിക്കോ. സ്റ്റാർട്ടിംഗ് പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫൊക്കെ ക്ലിയർ ആയി മതി. അതിൻ്റെ ഇടയിൽ കവിതയിലെ വരികളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. ഓക്കെ, അത്രയെങ്കിലും പഠിക്കുക, എന്നിട്ട് അത് എഴുതുക. ഓക്കെ, 4 മാർക്കിന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ബൗത്ത് ദിനോക്കെ ബാദ് എന്ന് പറഞ്ഞ കവിതയുടെ ആശയം. ഓക്കെ, ഇനി അടുത്തെന്താണ് ബൂട്ടി കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശസ്തി എന്ന് പറഞ്ഞാൽ ബ്ലർബ് എന്ന് പറയും. നമ്മുടെ പുസ്തകങ്ങൾ അതേപോലെ സിനിമകൾ ഇതിനൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പുസ്തകങ്ങളാണെങ്കിൽ അതിനെ പരസ്യപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുത്തുകാരനെ കുറിച്ചും അതേപോലെ തന്നെ ആ ഒരു പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ കഥയുടെ ചുരുക്കിയ സംഗ്രഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ലിഖിതങ്ങളുണ്ടാവും, എഴുത്തുകൾ അല്ലേ, അതിനെയാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രേംചന്ദ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ബൂട്ടി കാക്കി എന്ന് പറഞ്ഞൊരു കഹാനി, ഒരു കഥയുണ്ട്. ആ കഥ നമ്മുടെ ഗുൽസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ ഒരു സിനിമയാക്കിയിരുന്നു. ഓക്കെ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ശസ്തി, ഒരു ബ്ലർബാണ് നിങ്ങൾക്ക് കൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ ബൂട്ടി കാക്കി എന്ന് പറഞ്ഞൊരു വൃദ്ധയാണ് അല്ലെ, ബൂട്ടി എന്ന് പറഞ്ഞ വൃദ്ധ, ഒരു ബൂട്ടി കാക്കി എന്ന് പറഞ്ഞ ഒരു വൃദ്ധയായ ഒരു അമ്മായിയാണ്. ആ അമ്മായി എന്ത് ചെയ്യുന്നു, അമ്മായിയുടെ ഭർത്താവും അതേപോലെ തന്നെ മക്കളൊന്നുമില്ല, ഒരു യുവാവായ ഒരു ജവാൻ ലടുക്കയുണ്ടായിരുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ അകാൽ മൃത്യു പോയി അല്ലേ, അകാലത്തിൽ മരിച്ചുപോയി, പ്രായമാവാതെ മരിച്ചുപോയി. അപ്പം ആ മകനും കൂടി മരിച്ചു പോയപ്പോൾ ഈ ഒരു വൃദ്ധ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ആ സമയത്ത് ഈ വൃദ്ധ താമസിക്കുന്നത് വൃദ്ധയുടെ ഭത്തീജ, അതായത് സഹോദരപുത്രനോടും അതേപോലെ തന്നെ അവരുടെ ഭാര്യയോടൊപ്പമാണ്. അവരുടെ പേര് ബുദ്ധിറാം, അതേപോലെ തന്നെ എന്തായിരുന്നു, എന്തൊരു പേരുണ്ട്. അങ്ങനെ ബുദ്ധിറാമും അയാളുടെ ഭാര്യയുടെയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധിറാമും അയാളുടെ ഭാര്യയും വളരെ മോശമായിട്ടാണ് ഈ വൃദ്ധയായ സ്ത്രീയോട് പെരുമാറുന്നത്. സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ ഈ ബുദ്ധിറാമിനെയും ഭാര്യയും ഇവൾ വല്ലാണ്ട് വിശ്വസിച്ചു പോയി ബൂട്ടിക്കാക്കി. അങ്ങനെ ബൂട്ടിക്കാക്കി എന്ത് ചെയ്തു, ഈ ബുദ്ധിറാമിനും ഭാര്യയ്ക്കും എല്ലാ സമ്പാദ്യങ്ങളും എഴുതി കൊടുത്തു, തൻ്റെ സമ്പാദ്യം മുഴുവൻ എഴുതി കൊടുത്തു. അവർക്ക് മക്കളില്ലല്ലോ ഇനി. അപ്പോൾ എഴുതി കൊടുത്തോടെ ഇവരുടെ സ്വഭാവം മാറി. എങ്ങനെയെങ്കിലും ഈ ബൂട്ടിക്കാക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ കളികളൊക്കെ. അപ്പോൾ അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കൂല, ഗസ്റ്റുകൾ വന്ന് അവരൊരു സ്ഥലത്ത് പൂട്ടിയിടും, അങ്ങനെയൊക്കെയായിരുന്നു ഇവരോട് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പം വൃദ്ധജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, നമ്മളോട് വർണ്ണിക്കുന്നത്. ഈ ബൂട്ടി റാമിനും ഭാര്യയ്ക്കും ലാറ്റ്ലി എന്ന് പറഞ്ഞൊരു മകളുണ്ട്. ആ മകൾക്ക് മാത്രമാണ് ഈ വൃദ്ധയോട് അല്പം സ്നേഹമുള്ളത്. അപ്പോൾ ലാറ്റ്ലി അച്ഛനും അമ്മയും അറിയാതെ വൃദ്ധക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയുടെ ഒരു ബ്ലർബാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയുടെയോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ബ്ലർബ് തയ്യാറാക്കാൻ വേണ്ടി പറയും. അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കഥ ചുരുക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അതന്നെയാണ് ബ്ലർബ്. അതിൻ്റെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് അത് ആരാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞു കണ്ടാണ്ട് ആ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പിന്നെ അത് വളരെ മനോഹരമായ കഥയെന്നൊക്കെ പറഞ്ഞ് 1-2 തള്ളൊക്കെ തള്ളിയാൽ മതി, ഇന്ത്യയിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പോസ്റ്റർ ചെയ്താന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത്, അത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മക്കൾ എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കാമെന്ന് മനസ്സിലാവും. പിന്നെ പോസ്റ്ററിലേക്കുള്ള കണ്ടന്റുകളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരും. അതുകൊണ്ട് മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഗർ എന്ന് പറഞ്ഞൊരു കഹാനിയാണ്, ഒരു കഥയാണ്. ഇത് എഴുതിയിരിക്കുന്ന പ്രഭാത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പം വീട് എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഈ ഒരു വീട് എന്ന് പറഞ്ഞതിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഫർഹാദ്, ശ്രീമാൻ ഫർഹാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എല്ലാ ജീവികളെയും വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ തൻ്റെ വീട്ടിൽ വളരുന്ന പല്ലികളെയും അതേപോലെ തന്നെ ഈച്ചകളെയും മറ്റുള്ള എട്ടുകാരി ഇങ്ങനെ എല്ലാ ജീവികളെയും അയാൾ തൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നു. ആരെയും അയാൾ ഉപദ്രവിക്കാറില്ല. അപ്പോൾ ആ ഒരു ഫർഹാദിൻ്റെ കഥാപാത്ര നിരൂപണം, ക്യാരക്ടർ സ്കെച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഫർഹാദിൻ്റെ ഡയറിക്ക് ചിലപ്പോൾ സ്കോപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചിക്കലി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഒരു പല്ലി. അതേപോലെ തന്നെ ഗിർഗിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓന്തുണ്ട്. ഇവർ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ, സംഭാഷണം ചിലപ്പം ബാത്ത് ചീത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. അതുപോലെ തന്നെ ഈ കഥയിൽ ഒരു കാലി ചീട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കറുത്ത ഉറുമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഉറുമ്പിൻ്റെ രംഗം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫർഹാദ് പുതിയൊരു വീടുണ്ടാക്കുന്നു. ആ വീട്ടിലേക്ക് നമ്മുടെ ചിക്കലി വരികയാണ്. ചിക്കലി പണ്ടേ ഫർഹാദിൻ്റെ പഴയ വീട്ടിലായിരുന്നു, ഫർഹാദ് വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഫർഹാദ് പുതിയ വീടെടുത്തപ്പോൾ ചിക്കലി അയാളെ തേടി പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു വാടക വീട്ടിലേക്ക് പിന്നീട് ശാന്തിദാസ് എന്ന് പറഞ്ഞൊരു ചങ്ങായി, ഒരു പെണ്ണാണ് താമസിക്കാൻ വരുന്നത്. അവളുടെ പേരിൽ മാത്രമേ ശാന്തിയുള്ളൂ, ആളൊരു അശാന്തിദാസാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പല്ലികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ പറ്റാഞ്ഞപ്പോൾ ഫർഹാദിൻ്റെ പുതിയ വീട് തപ്പിങ്ങാണ്ട് നമ്മുടെ ചിക്കലി പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഓന്തിനെ കാണുന്നത്, അതായത് ഗിർഗിഡിനെ കാണുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച അർത്ഥങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ചിക്കലി എവിടെ എത്തിച്ചേരുകയാണ്, ഈ ഫർഹാദിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ചിട്ട് അവർ ആരെ കാണുകയാണ്, നമ്മുടെ മക്കടിയെ കാണുകയാണ്. മക്കടി എന്ന് പറഞ്ഞാൽ ചിലന്തി എന്നാണ് അർത്ഥം. അപ്പോൾ ആ മക്കടിയും ഈ ചിക്കലിയും തമ്മിൽ നടക്കുന്ന സംഭാഷണം ചിലപ്പം വരാം. അതേപോലെ ഈ മക്കടിയും ചിലന്തിയും നമ്മുടെ ചിക്കലിയും തമ്മിൽ, പല്ലിയും ഈ ഒരു ചിലന്തിയും തമ്മിൽ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അല്ലേ, ആ സോർ ആവാസ്, ആ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ഈ
കാലി ചീട്ടി ഉണ്ടല്ലോ, അതായത് നമ്മുടെ കറുത്തുറുമ്പിനെ ഭയങ്കര ശല്യമായിട്ട് തോന്നുകയാണ്. കറുത്തുറുമ്പ് ചുമരിനകത്തുള്ള പൊത്തിൽ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ ശബ്ദം കാരണം എൻ്റെ മക്കൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞ് ഗർഭട് വതല്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് കളിക്കുകയാണ്, അവർക്ക് ഉറക്കം വരുന്നില്ല, ഞങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തിൽ ചിലപ്പോൾ ഈ കാലി ചീട്ടി, അതായത് നമ്മുടെ ഈ കറുത്ത ഉറുമ്പ് അവളുടെ സുഹൃത്തിന് ആർക്കെങ്കിലും ഈ ഒരു പുതിയ അതിഥികളെക്കുറിച്ച് പറയുന്ന, അവരുടെ ശല്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കത്ത്, അല്ലെങ്കിൽ പുതിയ വിശേഷങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കോൺവെർസേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു ഡയറിയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചോദിച്ചേക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഗർ എന്നതിന്, പിന്നെ അതേപോലെ പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയുടെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രകൃതിയെ ബന്ധപ്പെടുത്തിക്കാണ്ട് എന്തെങ്കിലും ഒരു ലഘുലേഖ ചിലപ്പം ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യും. ഇതിൽ നമ്മൾ ചെയ്യാത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, ആ വീഡിയോകൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യും. അല്ലെങ്കിൽ മക്കൾ എങ്ങനെയെങ്കിലും അതൊന്ന് പഠിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റത്താണ് ഫൂല്. പല സ്കൂളുകളിൽ ഇത് എടുത്തില്ല എന്ന് പറഞ്ഞത് ഒരു കവിതയാണ്. രാംദർശ് മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് പൂക്കളുടെ കുറിച്ചുള്ള എഴുതിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പൂക്കൾ ഒഴിവാക്കേണ്ടതിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയിലെ പൂക്കളുടെ ആവശ്യകതയെക്കുറിച്ചും പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ കവിത പറയുന്നത് തന്നെ എങ്ങനെയാണ്, നമ്മുടെ കവി മാർക്കറ്റിൽ പോയപ്പോൾ കുറേ പ്ലാസ്റ്റിക് പൂക്കൾ, മനോഹരമായ വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള വാടാത്ത പ്ലാസ്റ്റിക് പൂക്കൾ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം കവിനെ കവി ചിന്തിക്കുകയാണെന്ത്, ഈ പൂക്കൾക്ക് എന്ത് വേണ്ട, എന്ന ഘാത് എന്ന് പറഞ്ഞാൽ വളം വേണ്ട, അതേപോലെ എന്ന പാനി, വെള്ളം വേണ്ട, അതേപോലെ എന്ന മോസം, കാലാവസ്ഥ വേണ്ട അല്ലേ, അതായത് വസന്തകാലത്തിലാണല്ലോ പൂക്കൾ വരിക. അപ്പോൾ വസന്തത്തിനായിട്ട് എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇയാൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ എന്താ, മണ്ണിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ നമ്മുടെ ഈ കവിക്ക് തോന്നി ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന്. അപ്പം തന്നെ മൂപ്പര പ്ലാസ്റ്റിക് പൂക്കളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ള സാധാരണ ചെടികളൊക്കെ എന്ത് ചെയ്തു, വെള്ളവും വളമൊക്കെ വേണമല്ലോ ഇനി, അതിനെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ചെടികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിലകത്തും പുറത്തൊക്കെ ഈ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു അല്ലേ. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഹവാനെ കാറ്റ് വന്ന അയാളോട് പറഞ്ഞെന്ത്, എനിക്ക് സുഗന്ധം വേണം, ഹമേ സുഗന്ധ് ചാഹിയെ എന്ന് പറഞ്ഞില്ലേ, ഗന്ധ് ചാഹിയെ, എനിക്ക് പൂക്കളുടെ ഗന്ധം വേണം കൊണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വേ ചുപ്പ് രഹപ്പട അല്ലേ, അതായത് അയാൾ എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു, അയാൾ കാറ്റിനോടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ അയാളെ തേടി ആരെത്തി, തിത്തിലിയ എന്ന് പറഞ്ഞാൽ ആരാ, പൂമ്പാറ്റകൾ എത്തിയിട്ട് പറഞ്ഞെന്ത്, ഞങ്ങൾക്ക് മധു എന്ന് പറഞ്ഞാൽ തേന്, അമ്മയും മധു ചാഹിയെ അല്ലേ, ഞങ്ങൾക്ക് എന്ത് വേണം, മധു തേന് വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രസ് എന്ന് പറയട്ടോ, രസ് ചാഹിയെ, ഞങ്ങൾക്ക് തേൻ വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ രുചി വേണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മുടെ കവി എന്ത് ചെയ്തു, ചുപ്രഹന പടലേ, അതായത് മിണ്ടാതിരുന്നു. പക്ഷേ പിന്നീട് ആര് വന്നു, നമ്മുടെ കവിയുടെ അമ്മ വന്നു അല്ലേ, കവിക്ക് ആയി, കവിയുടെ അമ്മ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മാനെ കഹ, അമ്മ പറയണത് മുജേ പൂജ കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, പൂ വേണം മോനെ എന്ന് പറഞ്ഞു. അപ്പോഴും കവി മിണ്ടാതിരുന്നു. അതിനുശേഷം കവിക്ക് പത്നിയായില്ലേ, ആര് വന്നു, കവിയുടെ ഭാര്യ വന്നു. അപ്പം ഈ പത്നീനെ കഹാലേ, പത്നി പറഞ്ഞു, എന്താ പറഞ്ഞത്, ഭാര്യ എന്താ പറഞ്ഞത്, മേരെ ബാലോമേ അല്ലെങ്കിൽ ബാലോം കേലിയെ, അല്ലെങ്കിൽ നമ്മുടെ വേണി കേലിയെ എന്ന് പറയും. അതായത് വേണി എന്ന് പറഞ്ഞാൽ മുടിയാണ് ഉദ്ദേശിച്ചത്. വേണി കേലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് മുടിയിൽ ചാർത്താൻ വേണ്ടിയിട്ട് പൂ വേണമെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് പൂക്കൾ മുടി ചാർത്തിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അപ്പോഴും കവി മിണ്ടാതിരുന്നു. പക്ഷേ അവസാനം നമ്മുടെ കവിയുടെ മകൻ വരികയാണ് അല്ലേ. കവിയുടെ മകൻ വന്നിട്ട്, കവിക്ക് ബേട്ട അല്ലേ, കവിക്ക് ലടുക്കായ, കവിയുടെ മകൻ വന്നിട്ട് പറയണത്, പപ്പ അല്ലെങ്കിൽ പിതാജി മുझे ഫൂൽ ചാഹിയെ, എനിക്ക് പൂ വേണം. എന്തിനാ, അസ്ലി ഫൂൽക്കോ പഹ്ചാനെ കേലിയെ, യഥാർത്ഥ പൂവ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടെന്ന്. അത് കേട്ടപ്പോൾ കവിനെ പരേഷാൻ പോയി, കവി ആകെ അന്തം വിട്ടുപോയി, ആകെ ടെൻഷനായി പോയി. കാരണം എന്താണ്, ഞാൻ ബച്ചോങ്കോ ഫൂൽ പഹ്ചാനെ സെ വഞ്ചിത് കിയ, അതായത് കുട്ടികളെ ഈ പൂക്കൾ തിരിച്ചറിയുന്നതിന് ഞാൻ വഞ്ചിച്ചോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഞാൻ ആ അവസരം നിഷേധിച്ചോ എന്നോർത്തിട്ട് അയാൾക്ക് ആകെ സങ്കടമായി. കവി ഉടൻ തന്നെ എന്ത് ചെയ്തു, സാരേ പ്ലാസ്റ്റിക് ഫൂലും അല്ലേ, എല്ലാ പ്ലാസ്റ്റിക് ഫൂലും എന്ത് ചെയ്തു, ഫെങ്ക് ദിയ, എല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, മണ്ണ് കിളയ്ക്കാൻ തുടങ്ങി. എന്തിനാ, പുതിയ ചെടികൾ നടാൻ വേണ്ടിയിട്ടില്ലേ, പൂക്കളുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മിട്ടി മുസ്കുരായി, മണ്ണ് പുഞ്ചിരിച്ചു. ഹവായ ഗാനേലക, കാറ്റെന്ത് ചെയ്തു, പാട്ട് പാടാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ പാനി കളകള ഗാനയിലൊക്കെ, അതായത് കളകള ശബ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വെള്ളവും എന്ത് ചെയ്യാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്തിന്, അയാൾ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മണ്ണിലേക്ക് ഇറങ്ങിയല്ലോ, വീണ്ടും ചെടികൾ കുഴിച്ചിടാൻ തുടങ്ങിയല്ലോ. അപ്പം നമ്മുടെ സാധാരണ പ്രകൃതിയുടെ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ഒരു കവിതയിലും പറയുന്നത്. അപ്പോൾ ഈ കവിതയുടെയും ഒരു ആശയം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ഒരു ഈ ബഹുത്ത് ദിനോക്കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നിന്ന് 4 മാർക്കിൻ്റെ ആശയം വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു 3 മാർക്കിൻ്റെ ആശയമൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അതിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയുമാണ് നിങ്ങൾ നാളത്തെ ഹിന്ദിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ വാക്യ പിരമിഡ്, അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പരസർഗ്, അതേപോലെ പ്രത്യയങ്ങൾ, നമ്മുടെ സർവ്വനാമൊക്കെ കൂട്ടിയിട്ടില്ല. അപ്പം മേം പ്ലസ് ക മേര, അതേപോലെ തന്നെ മേം പ്ലസ് കോ മുജെ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ തന്നതിൽ ഏതാണ് ശരിയായത് എന്നൊക്കെ കണ്ടെത്താൻ. അപ്പോൾ നമുക്കറിയാം
ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ആ വീഡിയോ ഒന്ന് കാണുക. പിന്നെ നേരത്തെ പറഞ്ഞാൽ സഹി മിലാൻ കരെ, സഹി പ്രസ്താവ് ചുൻകർ ലീഗ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിനൊക്കെ മക്കൾ അർത്ഥം പഠിച്ചാൽ തന്നെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ചിലപ്പോൾ മക്കൾക്ക് ഇപ്രാവശ്യം എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിനെ കുറിച്ച് എഴുതാനുണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പട്കഥ എന്ന് പറഞ്ഞൊരു സാധനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോയിക്കൊണ്ട് ഇതൊരു പട്കഥയുടെ ഫോർമാറ്റാണ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാമല്ലോ. പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ദൃശ്യ സ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ സിനിമക്കൊക്കെ വേണ്ടിയിട്ട് തിരക്കഥ ചെയ്തുവിടാം. അതാണ് പരിപാടി. ചിലപ്പം ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടൊന്ന് പറയാണ്, അവസാനം വേണമെങ്കിൽ ഒന്ന് നോക്കിച്ച് പോയിക്കൊണ്ട്. ഇനി നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പഠിക്കണം എന്നൊന്നുമില്ല. എടുക്കാത്ത വന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ മാർക്ക് കിട്ടുന്നോളൂല്ലോ അല്ലേ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ? കാക്കൊല്ല പരീക്ഷ അല്ലേ? ഓണപ്പരീക്ഷ അല്ലേ? ഓക്കെ.